വാർത്തകൾ വിശദമായി. എറണാകുളത്ത് 4 വയസ്സുകാരിയെ പുഴയിൽ എറിഞ്ഞു കൊന്ന കേസിൽ അമ്മയെ സ്ഥലത്തെത്തിച്ച് ഇന്ന് തെളിവെടുക്കും. ഇന്നലെയാണ് കുട്ടിയുടെ അമ്മയെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. കുട്ടിയെ കൊലപ്പെടുത്താനുണ്ടായ സാഹചര്യം മനസ്സിലാക്കാനായിരിക്കും പോലീസ് ശ്രമിക്കുക. അതേസമയം കുട്ടിയെ പീഡിപ്പിച്ച അടുത്ത ബന്ധുവിനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കാലവർഷത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് ഇന്ന് മുതൽ വ്യാപക മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഞായറാഴ്ചയോടെ കേരളത്തിൽ കാലവർഷം എത്തുമെന്നാണ് പ്രവചനം. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ഉണ്ട്. അഞ്ജു, കടുത്ത വേനലിന് അറുതിയായി ഇനി മഴയുടെ കാലമാണ്. എന്തൊക്കെ വിവരങ്ങളാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്? അഖില, അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട് കഴിഞ്ഞു. ഇനി ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യത കൂടി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ 12 ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഈ അലേർട്ടുകൾ ഉള്ളത്. മറ്റ് 2 ജില്ലകൾക്ക് ഇന്ന് മറ്റു മുന്നറിയിപ്പുകളൊന്നുമില്ല. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് കൂടി നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് നാളെ യെല്ലോ അലേർട്ട് കൂടിയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ നിലവിൽ ഇപ്പോൾ തലസ്ഥാനത്തെ സ്ഥിതി നഗരങ്ങളിൽ ചെറിയ തോതിൽ മഴയുണ്ടെങ്കിലും, നേരിയ തോതിൽ മഴയുണ്ടെങ്കിലും തീരദേശ മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴ തുടരുന്നുണ്ട് എന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച വരെ മീൻ പിടിക്കാൻ കടലിൽ പോകുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം കൂടി കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കാലവർഷം എത്തിച്ചേരുന്നതുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ സർക്കാർ നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ കൂടും, ഇതുപോലെ തന്നെ രോഗങ്ങളും വർദ്ധിക്കാനുള്ള സാധ്യത ഉൾപ്പെടെയുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സർക്കാർ ഏകോപിപ്പിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ മുന്നറിയിപ്പ് ജാഗ്രതകൾ ഓരോ മേഖലകളിലും ഉള്ളത് ആളുകൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാനത്ത് ഇന്ന് മുതൽ വ്യാപക മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു അഞ്ജു ജയപ്രകാശ്.